ഹായ് നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ അരുൺ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈസ്ട്രോജൻ ഡോമിനൻസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് ഈസ്ട്രോജൻ എന്താണ്, ഓവുലേഷൻസ് എന്താണ്, എങ്ങനെയാണ് ഈസ്ട്രോജൻ ഉൽപ്പാദിക്കപ്പെടുന്നത്, ഓവുലേഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് പറയാം, നമ്മുടെ സ്ത്രീകളുടെ ശരീരം ഒരു ഓർക്കസ്ട്ര പോലെയാണ്. ഒരു പാട്ട് നന്നാവാൻ ആ ഒരു മ്യൂസിക്കൽ സിസ്റ്റംസ് എത്രത്തോളം ഭംഗിയായിട്ട് അതിൻ്റെ കൂടെ പങ്കെടുക്കണം, അതേപോലെയാണ് നമ്മളുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കാൻ നമുക്ക് വേണ്ട ഹോർമോൺസ്. ഒരുപാട് തരത്തിലുള്ള ഹോർമോൺസ് കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും ആരോഗ്യത്തോടുകൂടി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിലെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഹോർമോൺസാണ് ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതേപോലെ ലൂട്ടിനൈസിങ് ഹോർമോൺ, ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഈ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ടിനൈസിങ് ഹോർമോണും നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് ഉൽപ്പാദിക്കപ്പെടുന്നത്. അതേപോലെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും നമ്മുടെ ഓവറിയിൽ നിന്നും. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് പിറ്റ്യൂട്ടറിക്ക് സിഗ്നൽ ലഭിക്കുകയാണ്. പിറ്റ്യൂട്ടറി ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന ഹോർമോണിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇത് ബ്ലഡിലൂടെ നേരെ ഓവറിയിലെത്തുന്നു. ഓവറിയിൽ ചെറിയ ചെറിയ ഫോളിക്കിൾസ് ഉണ്ട്. ഒരു ചെടി നട്ട് വളർത്തുന്നത് പോലെ ഈ ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ ഫോളിക്കിൾസിനെ വളർത്തുന്നു. അതിൽ ഏതെങ്കിലും ഒരു ഫോളിക്കിൾ വളരെ മെച്വേർഡായി മാറുന്നു. ഇതിനെ ഡോമിനൻ്റ് ഫോളിക്കിൾ എന്ന് വിളിക്കുന്നു. ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഈ ഫോളിക്കിൾ പിന്നീട് ഈസ്ട്രോജനെ റിലീസ് ചെയ്യുന്നു. ഈ ഈസ്ട്രോജൻ വഴി നമ്മളുടെ യൂട്രൈൻ ലൈനിങ്, അതായത് ഒരു കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ബെഡ് യൂട്രസിൻ്റെ അകത്ത് ഫോം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ആ ഒരു സെർവിക്കൽ മ്യൂക്കസ് വളരെ മെച്വേർഡായി മാറുന്നു. നമ്മുടെ ബോഡിയുടെ എല്ലിൻ്റെ വളർച്ച, അതേപോലെ മുടിയുടെ വളർച്ച, സ്കിന്നിൻ്റെ ആ ഒരു ആരോഗ്യം ഒക്കെ തന്നെ ഈ ഈസ്ട്രോജൻ ഏറ്റെടുത്ത് വളരെ ഭംഗിയാക്കുന്നു. ഈസ്ട്രോജൻ്റെ അളവ് ബ്ലഡിൽ കാണുമ്പോൾ ബ്രെയിനിന് സിഗ്നൽ ലഭിക്കുകയാണ്, ഓക്കെ ഫോളിക്കിൾ മെച്വേർഡായി കഴിഞ്ഞു. ബ്രെയിൻ അത് തിരിച്ചറിഞ്ഞ് അടുത്ത ഹോർമോണായിട്ടുള്ള ലൂട്ടിനൈസിങ് ഹോർമോണിനെ പിറ്റ്യൂട്ടറി വഴി റിലീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അടുത്ത ഹോർമോൺ റിലീസ് ചെയ്യുന്നു. അത് ബ്ലഡിലൂടെ വീണ്ടും നമ്മളുടെ ഓവറിയിലേക്ക് എത്തുന്നു. ഈ ലൂട്ടിനൈസിങ് ഹോർമോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോർമോണാണ്. ഇതാണ് ആ ഫോളിക്കിൽ നിന്ന് എഗ്ഗിനെ പുറത്തേക്ക് വിടാൻ സഹായിക്കുന്ന ഹോർമോൺ. വൺസ് എഗ്ഗ് പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആ ഫോളിക്കിൾസ് പിന്നെ കോർപ്പസ് ലൂട്ടിയം ആയി മാറുന്നു. ഈ കോർപ്പസ് ലൂട്ടിയമാണ് പിന്നീട് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഹോർമോണിനെ റിലീസ് ചെയ്ത് തുടങ്ങുന്നത്. പ്രൊജസ്ട്രോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രൊജസ്ട്രോണിൻ്റെ സഹായത്തിലാണ് പിന്നീടുള്ള ആ യൂട്രൈൻ ബെഡ് കുറച്ചുകൂടെ മെച്വേർഡ് ആവുന്നത്. കാരണം ആ കുഞ്ഞിന് വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും നൽകുന്നത് ഈ പ്രൊജസ്ട്രോൺ ആയിട്ടുള്ള ഹോർമോണാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജസ്ട്രോണിനെ നമ്മൾ പ്രഗ്നൻസി ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. ഇനി ഓവുലേഷൻ കഴിഞ്ഞ് ഒരു 5 ദിവസത്തിനുള്ളിൽ പ്രഗ്നൻസിക്കുള്ള ഒരു ചാൻസേ ഇല്ല എങ്കിൽ പിന്നീട് ഈ പ്രൊജസ്ട്രോണിൻ്റെ അളവ് താനെ കുറയുന്നു. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ആ നമ്മളുടെ യൂട്രസിനുള്ളിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ബെഡ് പെട്ടെന്ന് ഷെഡ് ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞ് ആ ഒരു ബെഡ് കംപ്ലീറ്റ് ആയിട്ട് ഷെഡ് ചെയ്യുക എന്നതാണ് നമ്മളുടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ. ഇതാണ് നമ്മളുടെ മന്ത്ലി സൈക്കിൾ. ഇത് കൃത്യമായി നടക്കുകയാണ്, എല്ലാ മന്തും കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുള്ള ഓവുലേഷൻ അവിടെ സംഭവിക്കുന്നു എന്നാണ്. ഇനി ഓവുലേഷൻ നടന്നില്ലെങ്കിലോ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ ആ ഓവം എഗ്ഗ് പുറത്തേക്ക് വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറഞ്ഞു, ഈ ഒരു ഫോളിക്കിൾ വളരെ മെച്വേർഡായി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഈസ്ട്രോജൻ റിലീസ് ചെയ്തു തുടങ്ങും. ഇതിനെയാണ് റൈസിങ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ നടന്നില്ലെങ്കിൽ ഈ ഈസ്ട്രോജൻ്റെ റിലീസ് ഇങ്ങനെ കൂടുതലായി സംഭവിച്ചുകൊണ്ടേയിരിക്കും. അബ്നോർമലായിട്ട് ഈസ്ട്രോജൻ ഭയങ്കരമായിട്ട് കൂടി നിൽക്കും. കാരണം പ്രൊജസ്ട്രോൺ അവിടെ റിലീസ് ചെയ്യുന്നില്ല. പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഈസ്ട്രോജനെ അവിടെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. ഇവിടെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ ആ ബാലൻസ് നഷ്ടപ്പെടുകയാണ്. ഇതിനെ റിലേറ്റീവ് ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയും. പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെ കുറഞ്ഞതുകൊണ്ട് ഈസ്ട്രോജൻ റിലേറ്റീവ്ലി വളരെ കൂടുതലായി നിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നമുക്ക് പൊതുവേ ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ടാവുക, അല്ലെങ്കിൽ PMS എന്ന് പറയുന്ന പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം ഉണ്ടാകുന്നത്, ഇറിറ്റേഷൻസ്, മൂഡ് സ്വിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ.
അതേപോലെ ഫാറ്റ് ഡെപ്പോസിഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നത് ഇത്തരത്തിലുള്ള റിലേറ്റീവ് ഈസ്ട്രജൻ ഡോമിനൻസിൻ്റെ സാഹചര്യത്തിലാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ, ഓവുലേഷൻ കൃത്യമായി നടന്നില്ലെങ്കിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുമോ? അതെ, പൊതുവേ PCOS കണ്ടീഷനിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് കണ്ടുവരാറുണ്ട്. അതായത് വളരെ ഇറഗുലറായിട്ട് വല്ലപ്പോഴും ബ്ലീഡിങ് സംഭവിക്കുക. ഈ ബ്ലീഡിങ് പലപ്പോഴും ഓവുലേഷൻ ഇല്ലാതെ വരുന്ന ബ്ലീഡിംഗ് ആണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈസ്ട്രോജൻ വളരെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഈസ്ട്രോജൻ നല്ലൊരു ബെഡ് ഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിൽ. പക്ഷേങ്കിൽ ഈ ഈസ്ട്രോജൻ ബെഡ് ഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊരു സ്ട്രോങ് ബെഡല്ല. ഇവിടെ ബെഡ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സ്മൂത്തായിട്ടും വരണമെങ്കിൽ അവിടെ പ്രൊജസ്ട്രോൺ വരണം. ഇതൊരുമാതിരി നമ്മളുടെ വീടുണ്ടാക്കാൻ വേണ്ടി കല്ലുകൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെക്കുന്നത് പോലെയായിരിക്കും യൂട്രസിൻ്റെ ഉള്ളിൽ ഒരു ബെഡ് ഫോം ചെയ്തിരിക്കുക. അതിനെ നല്ല തേച്ച് മിനുക്കി സിമെൻറ്റ് വെച്ച് കൃത്യമായിട്ടൊന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വരണമെങ്കിൽ അവിടെ പ്രൊജസ്ട്രോൺ വേണം. ഇവിടെ പ്രൊജസ്ട്രോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് ചുമ്മാ കല്ലടക്കി വെച്ചതുപോലെയായിരിക്കും ഈ ഒരു ലൈനിങ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിനൊരു സ്റ്റെബിലിറ്റി ഇല്ല. ഇങ്ങനെ അൺസ്റ്റേബിളായിട്ട് ഫോം ചെയ്ത ആ ഒരു എൻഡോമെട്രിയം എന്ന് പറയുന്ന ആ ഒരു ലൈനിങ്ങിൻ്റെ ഷെഡിങ്ങിനെയാണ് നമ്മൾ അനോവുലേറ്ററി ബ്ലീഡിങ് എന്ന് പറയുന്നത്. അതായത് ഓവുലേഷൻ നടക്കാതെ വരുന്ന ബ്ലീഡിങ്. ഇത് വളരെ ഇറഗുലർ ആയിരിക്കും. പൊതുവേ PCOSലൊക്കെ നമ്മൾ കാണുന്ന ഇറഗുലർ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിൽ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കായിട്ട് അൺസ്റ്റേബിളായിട്ട് ഷെഡ് ചെയ്യുന്ന ബ്ലീഡിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ PCOS ഉള്ള ആൾക്കാർക്ക് കൺസീവ് ചെയ്യണമെങ്കിൽ അവരുടെ ഓവുലേഷൻ അവർ കൃത്യമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ അവർ ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ ഓവുലേഷൻ തടസ്സപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ഓവുലേഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, തെറ്റായ ജീവിതശൈലികളാണ്. കൃത്യമായിട്ടുള്ള ഉറക്കമില്ലായ്മ, കൃത്യമായിട്ടുള്ള ഭക്ഷണമില്ലായ്മ, കൃത്യമായിട്ടുള്ള വ്യായാമമില്ലായ്മ, ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ബേസിക് റീസൺ എന്ന് പറയുന്നത്. ഇനി ഓവുലേഷൻ കൃത്യമായി നടക്കാൻ എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയൊക്കെയുള്ള ജീവിതശൈലി നമ്മൾ കൊണ്ടുവരണം എന്നത് മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ഒരു സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.